നമസ്കാരം. മൈ വേൾഡിൻ്റെ മറ്റൊരു യാത്രയിലേക്ക് ഞങ്ങൾ ഓർമ്മക്കൂട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലെ ഏതാനും സുഹൃത്തുക്കൾ ചേർന്നാണ് ഒരു യാത്ര സംഘടിപ്പിച്ചത്. ഞങ്ങളുടെ ലക്ഷ്യം ആലപ്പുഴയായിരുന്നു. ആലപ്പുഴയിലൊരു ബോട്ട് യാത്ര, അതാണ് ഉദ്ദേശം. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് കാലത്ത് 6:30 പുറപ്പെട്ട് ഒരു 10:30 ഞങ്ങൾ ആലപ്പുഴ ബോട്ട് ചെട്ടിക്ക് സമീപം എത്തിച്ചേർന്നു. കണ്ടോ, ഈ കിടക്കുന്ന ഒരുപാട് ബോട്ടുകളുണ്ട്. ആ ബോട്ടുകളിൽ ഞങ്ങളുടെ ബോട്ടിലേക്കാണ് ഞങ്ങളുടെ പ്രയാണം. അതാ ഞങ്ങളെത്തി. ഞങ്ങളുടെ ബോട്ടിൻ്റെ ഓണർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഏതാണ് ബോട്ടെന്ന് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് കയറാനുള്ള ബോട്ട് ഏകദേശം എത്തിക്കഴിഞ്ഞു. ഈ അടുത്ത് കാണുന്ന ബോട്ടാണ് നമുക്ക് പോകാനുള്ളത്. കണ്ടോ, ഇതാണ് ഞങ്ങളുടെ ബോട്ട്. ഞങ്ങൾ 27ഓളം പേരാണ് ഈ യാത്രയുണ്ടായിരുന്നത്. വളരെ ആഘോഷകരമായി തന്നെ ഞങ്ങളുടെ ഈ ആലപ്പുഴ ബോട്ട് യാത്ര ആരംഭിക്കുകയാണ്. കണ്ടോ, ഇതാണ് ബോട്ട്. ഏകദേശം 2 ബെഡ്റൂമുണ്ട്. AC ആണ് ഫുള്ള്. ഒരാൾക്ക് 700 രൂപയാണ് ഏകദേശം നമുക്ക് വന്നത്. കാലത്ത് വെൽക്കം ഡ്രിങ്ക് ഉണ്ട്, ഉച്ചയ്ക്ക് നല്ല വിഭവസമൃദ്ധമായ ഊണുണ്ട്, വൈകിട്ട് 4 മണിക്ക് കാപ്പി, ചെറിയ സ്നാക്സും ഉണ്ട്. ഒരു 11 മണിക്കാണ് ഇവിടുന്ന് നമ്മൾ സാധാരണ ബോട്ടുകൾ യാത്രയാവുക. ബോട്ടുകൾ ഇങ്ങനെ കായൽ പരപ്പിലൂടെ ഒരുപാട് കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ച് പോയിക്കൊണ്ടിരിക്കുകയും ഏകദേശം ഒരു ഉച്ച സമയത്ത് ഒരു 1 മണിയാകുമ്പോൾ ഒരു സ്ഥലത്ത് അടുപ്പിച്ച് ഭക്ഷണം കഴിച്ച ശേഷം വീണ്ടും പുറപ്പെടുകയാണ് പതിവ്. ഏകദേശം ഒരു 5 മണിക്കാണ് അവർ തിരിച്ചെത്തുക. അതുവരെ നമുക്ക് ഡാൻസും പാട്ടും കൂത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ആഘോഷിക്കാൻ ഒരുപാട് സമയമുണ്ട്. മൊത്തത്തിൽ രസകരമായ യാത്രയായിരുന്നു ഞങ്ങളുടെ. ഉണ്ടോ, മുകൾ വശത്ത് ബാൽക്കണിയുണ്ട്. ബാൽക്കണിയിൽ നമുക്ക് കാഴ്ച കാണാം. പിന്നെ കുറച്ച് കയറുമ്പോൾ ഞങ്ങൾ കുറച്ച് ചൂട് കിട്ടിയെങ്കിലും കുറച്ചങ്ങോട്ട് വെള്ളത്തിലൂടെ പോയി കഴിഞ്ഞപ്പോൾ നല്ല തണുത്ത കാറ്റ് വന്നു. അതൊന്ന് വലിയൊരു ഭാഗ്യമായി കേട്ടോ. എന്തായാലും അങ്ങനെ ഒരു രസകരമായ ഒരു യാത്ര പങ്കുചേരാൻ കഴിഞ്ഞതിലാണ് എനിക്ക് വളരെയേറെ സന്തോഷം തോന്നി. എന്തായാലും കണ്ടോ, ഇത് നല്ല റൂമാണ്, നല്ല ബെഡ്റൂമാണ്. 2 ബെഡ്റൂമുണ്ട്. AC ആണ്. 2 ബെഡ്റൂം AC ആണ്. ബോട്ടിൻ്റെ ഉൾവശമൊക്കെ ഒരു AC തന്നെ വെച്ചിട്ടുണ്ട് പിള്ളേർ. അപ്പോൾ നമുക്ക് നല്ല തണുത്ത അന്തരീക്ഷത്തിൽ ഇരുന്ന് തന്നെ നമുക്ക് കാഴ്ചകൾ ആസ്വദിക്കാവുന്ന ഒരു വലിയൊരു ഗുണമുണ്ട്. പിന്നെ എത്ര കണ്ടാലും മതി വരാത്ത ആലപ്പുഴ കായലിലൂടെയുള്ള ആ ഒരു യാത്ര, അതും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം പോകുമ്പോൾ വല്ലാത്തൊരു അനുഭവം തന്നെയാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ഞാനത് ഒരുപാട് എൻജോയ് ചെയ്തു. ആലപ്പുഴയ്ക്ക് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിങ്ങനെ ഒരു സുഹൃത്ത് വലയത്തിൻ്റെ കൂടെ ഒരു യാത്ര ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു ഈ യാത്ര. സമയം പോയത് അറിഞ്ഞില്ല ഞങ്ങൾ. ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ വളരെയേറെ ഫാസ്റ്റായിട്ടാണ് സമയം പോയത്. ആലപ്പുഴയിലെ കായൽ തീരങ്ങളിലൂടെ ബോട്ട് വളരെയേറെ രസകരമായി തന്നെ മുന്നോട്ട് പോയി. അതുകൊണ്ട് ഞങ്ങളുടെ തമാശകളും പാട്ടുകളും ഡാൻസും എല്ലാം ചേർന്ന് വളരെയേറെ കളർഫുള്ളായിരുന്നു ആ ഒരു ദിവസം എന്ന് തന്നെ പറയാം. ഇത്തരം യാത്രകളാണല്ലോ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ മഹാഭാഗ്യം എന്ന് പറയുന്നത്. നമ്മൾ തിരക്കേറിയ നിമിഷങ്ങളിൽ ഇത്തരം യാത്രകളിലേക്ക് നല്ല സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നതും അല്ലെങ്കിൽ ഫാമിലിക്കൊപ്പം പോകുന്നതൊക്കെ നമ്മുടെ മനസ്സിന് ലഭിക്കുന്ന ഒരുപാട് സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. ഒരു തവണ ഇവിടെ യാത്ര ചെയ്ത ഈ ബോട്ടിൽ യാത്ര ചെയ്താൽ പിന്നെയും നമുക്കൊരാഗ്രഹം തോന്നും, പിന്നെയും ഒരു തവണ കൂടി വരണമെന്നുള്ളത് സത്യം തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ബോട്ടിലുണ്ടായിരുന്ന കുറച്ച് പേർക്ക് അപ്പോഴേക്കും സ്പീഡ് ബോട്ടിൽ സഞ്ചരിക്കണം എന്ന് തോന്നിയപ്പോൾ അതിനുള്ള സൗകര്യം അവർ ചെയ്തു കൊടുത്തു. ബോട്ട് നിർത്തി കൊടുത്തു. അപ്പോഴേക്കും സ്പീഡ് ബോട്ട് വന്നു. അതിൽ അവർ കയറി. ഒരാൾക്ക് ഏകദേശം ഒരു 600 രൂപയോളം ചിലവായിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലെ ഒരു 6-7 പേര് അതിന് മുതിർന്നു. അപ്പോൾ അത് അവരുടെ ഒരു സന്തോഷമാണ്. വെള്ളപ്പരപ്പിലൂടെ ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഒരു രസം. കാണുന്നവർക്കൊരു ടെൻഷനാണ്. കാരണം സത്യം പറഞ്ഞാൽ കാരണം അത്രയും സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. പിന്നെ അവർ ഭയങ്കരമായിട്ട് വളഞ്ഞ് തിരിഞ്ഞ് കുറേ അഭ്യാസ പഠനമൊക്കെ നടത്തി. അപ്പോൾ അത്രയും ഒരു നല്ലൊരു ഗഡ്സുള്ളവർക്ക് കയറിയിരിക്കുക, അല്ലാത്തവർക്ക് കുറച്ച് ടെൻഷനായിരിക്കും എന്തായാലും. പിന്നെ അതും ഒരു എൻജോയ്മെൻറ്റ് തന്നെയാണ് കേട്ടോ. കാരണം നമ്മൾ ബോട്ടിനോടൊപ്പം തന്നെ ഇത്തരം യാത്രകളോടി പങ്കാളിയാവുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് നമുക്ക് കുറച്ച് പേരൊക്കെ അങ്ങനെ ജോയിൻ ചെയ്തു. നമ്മുടെ മനസ്സറിയുന്ന
സുഹൃത്തുക്കളാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമല്ലേ. അത്തരം കുറേ നല്ല സുഹൃത്തുക്കളായിരുന്നു ഈ ബോട്ട് യാത്ര എന്നോടൊപ്പം ഉണ്ടായിരുന്നത്. അതുതന്നെയായിരിക്കാം ഈ ബോട്ട് യാത്ര നമുക്ക് കുറച്ചുകൂടി ആനന്ദകരമാക്കാൻ പറ്റിയത്, സന്തോഷകരമാക്കാൻ പറ്റിയിട്ടുള്ളത്. കാരണം എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു. എല്ലാവർക്കും വളരെ നല്ലൊരു ടീം. അതാണ് തന്നെയാണ് തുറന്ന് പറയാവുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. എന്തായാലും നമുക്ക് അടുത്തൊരു യാത്ര കൂടി പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് പിരിഞ്ഞത്. കാരണം അവിടെ നിന്ന് 5 മണിക്ക് ഇറങ്ങി ഞങ്ങൾ നേരെ ബീച്ച് കണ്ടു. ബീച്ചിൽ പോയി കണ്ടു, കുറച്ച് നേരം ബീച്ചിലുണ്ടായിരുന്നു. അങ്ങനെ ഇനി ഞാൻ ഇതിപ്പോൾ നമ്മളൊരു ഹൗസ് ബോട്ട് എടുത്തിട്ടുള്ള ഒരു യാത്രയാണല്ലോ നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ സാധാരണ ഒരു ബോട്ടിൻ്റെ ആലപ്പുഴ ഒരു ജേണിയെക്കുറിച്ചുള്ളത് ഞാൻ അടുത്ത ഒരു എപ്പിസോഡിൽ ഞാൻ പറയാം. അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. അതിൽ കടപ്പുറവും ഒക്കെ വരുന്നുണ്ട്, ബീച്ചൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ രാത്രി ഫുഡൊക്കെ കഴിച്ച് ഒരു 11 മണിയോടെ ഞങ്ങൾ വീട്ടിലെത്തി. എന്തായാലും ആ സന്തോഷകരമായ ആ ദിവസം ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഓക്കെ, താങ്ക്സ് ഫ്രണ്ട്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി അടുത്ത ആഴ്ച കാണാം. ഓക്കെ, ബൈ.